നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 983rd day. Today 27th sloka of Pradhama Skandam, 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം 983 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. തക്ഷഗാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രബൽസ്യത് ഉപശ്രുത്യ മുക്തസംഗപദം ഹരേ. ഓം തത്സത്. തക്ഷഗാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രബൽസ്യത് ഉപശ്രുത്യ മുക്തസംഗപദം ഹരേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തക്ഷഗാത് ആത്മന മൃത്യും ദ്വിജപുത്ര ഉപസർജിതാത് പ്രാബൽസ്യത ഉപശ്രുത്യ മുക്തസംഗ പദം ഹരേ. അതായത് തക്ഷകാത് തക്ഷകനാൽ ആ തക്ഷകൻ എന്ന ആ ഒരു പക്ഷി പോലെയുള്ള ഒരു സർപ്പമാണ് തക്ഷകൻ. തക്ഷകനാൽ സ്വന്തം ആത്മാവിനെ മൃത്യും മരണത്തിൽ നിന്നും ദ്വിജപുത്ര ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടുള്ള ഉപസർജിതാത് പറയപ്പെട്ട അല്ലെങ്കിൽ അയക്കപ്പെട്ട പ്രാബൽസ്യത എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന ഉപശ്രുത്യ കേട്ടതിന് ശേഷം മുക്തസംഗ എല്ലാ സംഘങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിമുക്തനായി പദം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഹരേ ഹരേ പദം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചു എന്ന് പറയുകയാണ്. അതായത് ദ്വിജപുത്രൻ്റെ ബ്രാഹ്മണപുത്രൻ്റെ ശാപം നിമിത്തം തക്ഷകനാൽ മരണമടയുമെന്ന് കേട്ടറിഞ്ഞ ശേഷം പരീക്ഷിത്ത് മഹാരാജാവ് ഭൗതികമായ എല്ലാ ആസക്തികളിൽ നിന്നും മുക്തനായി ലൗകിക സുഖങ്ങളിൽ നിന്നും എല്ലാം മുക്തനായിട്ട് പരമാത്മാവായ ആ ഭഗവാൻ ശ്രീഹരിയുടെ താമര പാദത്തിൽ അഭയം പ്രാപിച്ചു. എന്നാൽ അഭയം പ്രാപിക്കും. ബ്രാഹ്മണന്മാർ ആ ധർമ്മപുത്രരോട് ഇവൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് പറയുമ്പോൾ അനേകം ശ്ലോകങ്ങളിൽ നാം കേട്ടു. അവൻ്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞ് ഇവൻ ഇപ്രകാരമായിരിക്കും, അവനെ പോലെ മഹാബലി പോലെയായിരിക്കും, പ്രഹ്ലാദനെ പോലെയായിരിക്കും, മറ്റും അങ്ങനെ എല്ലാ പൂർവ്വ ആൾക്കാരുടെയും മഹത്തുക്കളുടെയും ഉപമയ്ക്ക് അനുസരിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുകയാണ് ഭാവിയിൽ ഇവൻ തക്ഷകനാൽ മരണമടയുമെന്ന് ഒരു ബ്രാഹ്മണപുത്രൻ ശപിക്കും. ആ ശാപത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതിന് ശേഷം ഈ പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാ ലൗകിക സുഖങ്ങളും വെടിഞ്ഞ് ഭഗവാനെ അഭയം പ്രാപിച്ച് ഭഗവത് സ്മൃതിയോടുകൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ചേരും. മരണത്തിന് മുമ്പ് തന്നെ ഭഗവത് പാദങ്ങളിൽ ചേരും എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അതായത് അങ്ങനെ ഭഗവത് പാദത്തിലേക്ക് ഈ പരീക്ഷിത്ത് ചേരുന്ന സമയത്ത് ശ്രീശുക ബ്രഹ്മർഷി തൻ്റെ അച്ഛന് വ്യാസൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി തൻ്റെ പിതാവിൽ നിന്നും ലഭിച്ച ആ ശ്രീമദ് മഹാഭാഗവതം ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന ശ്രീമദ് ഭാഗവതം ലോകത്തിന് ലഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൂതൻ
കേൾക്കുകയും ആ സൂത പൗരാണികൻ അത് വീണ്ടും ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുകയും ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം, നാം പാരായണം ചെയ്യുന്ന ശ്രീമദ് മഹാഭാഗവതം. അപ്രകാരമാണ് ശ്രീമദ് മഹാഭാഗവതം ലോകത്തിന് ലഭിച്ചിട്ടുള്ളത്. പരീക്ഷത്തിന് ലഭിച്ച ശാപവും ശ്രീമദ് മഹാഭാഗവതം ലോകത്തിന് ലഭിക്കാനുള്ള ഒരു നിമിത്തമായിട്ട് തീർന്നിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. പരീക്ഷിത്ത് മഹാത്മാവാണ്. എന്നാൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു പാമ്പിൻ്റെ തോലെടുത്ത് മഹർഷിയുടെ കഴുത്തിലിടുകയും അപ്രകാരം മഹർഷിയുടെ പുത്രൻ അത് കണ്ടിട്ട് ഇതാരാണോ ഇട്ടത് ഇവൻ 7 ദിവസത്തിൽ മരണമടയട്ടെ, തക്ഷകനാൽ മരണമടയട്ടെ എന്ന് ശപിക്കുകയും ആ ശാപഫലമായിട്ട് ആ ശാപത്തെക്കുറിച്ച് മഹർഷി തൻ്റെ പുത്രനെ ശാസിച്ചിട്ട് വേറൊരു ബാലൻ്റെ അടുത്ത്, ദ്വിജപുത്രൻ്റെ അടുത്ത് വിവരം മഹാരാജാവിനെ അറിയിക്കാൻ പറയുകയും ആ വിവരം അറിഞ്ഞതിന് ശേഷം പരീക്ഷിത്ത് രാജാവ് വിഷമിക്കുകയല്ല ചെയ്തത്. താൻ ചെയ്ത ശാപത്തെ ഞാൻ എല്ലാ സംഘങ്ങളിൽ നിന്നും മുക്തനായി തനിക്ക് ലഭിച്ച ശിക്ഷ അനുഗ്രഹമായിട്ട് കരുതി എല്ലാ ലൗകികത്തിൽ നിന്നും വിമുക്തനായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുക്തി അടയുവാൻ വേണ്ടി ആ ഭഗവാനെ ഗംഗാതീരത്ത് പോയിരിക്കുകയും അവിടെ യാദൃച്ഛികമായിട്ട് ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുവാൻ ശ്രീശുക ബ്രഹ്മർഷി എത്തിച്ചേരുകയും ചെയ്യുന്നതൊക്കെയാണ് ശ്രീമദ് മഹാഭാഗവതം. ആ പ്രകാരം ചെയ്ത അദ്ദേഹം തക്ഷകനാൽ മൃത്യു അടയുന്നതിന് മുന്നേ ലൗകികങ്ങളൊക്കെ വെടിഞ്ഞ് ഭഗവത്പാദത്തെ പ്രാപിക്കും എന്ന് ബ്രാഹ്മണന്മാർ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സന്ദർഭം. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി. തക്ഷകാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രബൽസ്യത് ഉപസൃത്യ മുക്തസംഗപദം ഹരേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.